എബ്രഹാം ഓസ്ലർ, മിഥുൻ മാനുവൽ സിനിമ, ജയറാം നായകനായിട്ടുള്ള സിനിമ. അങ്ങനെ ഒരിക്കൽ കൂടി മിഥുൻ മാനുവൽ പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഹീസ് ദ ബെസ്റ്റ് ക്രൈം ത്രില്ലർ ഡയറക്ടർ ഇൻ മോളിവുഡ് സിനിമ ഇൻഡസ്ട്രി എന്നുള്ളത്. കാരണം അഞ്ചാം പാതിരയ്ക്ക് ശേഷം ഫിനിക്സിൻ്റെ കഥ എഴുതി ഗരുഡൻ ഡയറക്റ്റ് ചെയ്തു. അതിനുശേഷമാണ് ഈ ഒരു സിനിമ വരുന്നത്. അപ്പം ആ ഒരു അഞ്ചാം പാതിര ലെവൽ സിനിമയാണ് ഇത് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ഒരു അഞ്ചാം പാതിര ലെവൽ സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കാരണം അത്രയ്ക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള സ്റ്റോറി, അങ്ങനെയുള്ള പെർഫോമൻസ്, ക്യാരക്ടർ സെലക്ഷൻ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിനിമയാണ് എബ്രഹാം ഓസ്ലർ എന്നുള്ളത്. ഇതിനകത്തൊരു ക്യാമിയോ റോളുണ്ട്. അതിൻ്റെ റൂമേഴ്സൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ജയറാം തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് മമ്മൂക്ക ഉണ്ട്, ഒരു ക്യാമിയോ റോളിൽ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ. ആക്ച്വലി ഞാനത് വലുതായിട്ട് ശ്രദ്ധിക്കാതെയാണ്. ഇതിൻ്റെ റൂമറുകൾ ഉണ്ടായിരുന്നു. ആ ഒരു ട്രെയിലറിനകത്ത് മമ്മൂക്കയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം ഞാനത് വലുതായിട്ട് കാര്യമാക്കാണ്ട് പോയതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര വലുതായിരുന്നു. ഞാനങ്ങനെ മമ്മൂക്ക വരുന്നുണ്ടെന്നൊന്നും പ്രതീക്ഷിക്കാതെ പോയിരുന്ന സിനിമ കാണുന്നു. ഒരു സ്വാഗുണ്ട് എൻ്റെ അമ്മോ. അത് വേറെ മലയാളത്തിൽ ഒരു നടനും ആ ഒരു സാധനം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ഇമ്പാക്റ്റാണ് ആ ഒരു സീനിൽ അതൊരു തിയേറ്ററിൽ കിട്ടിയത്. നല്ല ക്രൗഡായിട്ടുള്ളൊരു തിയേറ്ററിൽ ആ ഒരു സീൻ കാണുമ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ്, ഇതിൽ കൂടുതൽ അഡ്രിനൽ റഷൊന്നും ഒരു സിനിമയ്ക്ക് തരാൻ പറ്റില്ല മലയാള സിനിമയ്ക്ക്. അത്രയ്ക്ക് അഡ്രിനൽ റഷാണ് ആ ഒരു സീനിൽ കിട്ടിയെന്നുള്ളതാണ്. അപ്പം ഈ ഒരു എബ്രഹാം ഓസ്ലർ ഒരു ക്രൈം ത്രില്ലറാണ്, ഇമോഷണൽ ക്രൈം ത്രില്ലറാണ്, ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറിയാണ്. അപ്പം യൂഷ്വലി കാണാറുള്ളതുപോലെ തന്നെ ആദ്യമേ എബ്രഹാം ഓസ്ലർ ആരാണെന്ന് കാണിക്കുന്നു, എബ്രഹാം ഓസ്ലറിൻ്റെ പാസ്റ്റ് കാണിക്കുന്നു, എങ്ങനെയാണ് എബ്രഹാം ഓസ്ലർ ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷനിൽ എത്തിയത് എന്നൊക്കെ കാണിക്കുന്നു. ഞാൻ ആക്ച്വലി ആ ഒരു സീനെ കാണിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കഥ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു പർട്ടിക്കുലർ, അതായത് പാസ്റ്റ് കാണിച്ചത് എബ്രഹാം ഓസ്ലറിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, അതായത് എങ്ങനെയാണ് ഇപ്പം ആ ഒരു ഹാലൂസിനേഷൻ ലെവലിലേക്കൊക്കെ പോകുന്നത്, അത് എന്തുകൊണ്ടാണെന്നൊക്കെ സ്റ്റോറി പറയുന്നുണ്ടല്ലോ. അത് വെറുതെ ഒരു അങ്ങനെ ഓസ്ലറിനെ അങ്ങനെ ഒരു ലൈഫിൽ മൊത്തത്തിലൊരു മടുപ്പ് കാണിക്കാൻ വേണ്ടി മാത്രം കാണിച്ചൊരു പാസ്റ്റ് സ്റ്റോറിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതങ്ങനെയല്ല. അത് ഒരു ക്ലൈമാക്സിലൊരു സീനുണ്ട്. ആ ഒരു സീൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് പർട്ടിക്കുലർലി അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കി വെച്ചതാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ആ ഒരു സീനിൻ്റെ ആവശ്യമുണ്ട്, അങ്ങനെ ഒരു പാസ്റ്റ് കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പാസ്റ്റ് അത്രയ്ക്ക് ട്രാജഡി വേണം എന്നുള്ളത് ആ ഒരു സിനിമയ്ക്ക് ആവശ്യമാണ്, കഥയ്ക്ക് ആവശ്യമാണെന്നുള്ളത്. അങ്ങനെ പറഞ്ഞു പോകുന്നു. ആ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ് അത് വേറെ ലെവലിലേക്ക് ആ ഒരു സ്റ്റോറിയിൽ ഒരു ഇമ്പാക്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് ഉള്ളത് എനിക്ക് മനസ്സിലാകുന്നു. അപ്പം ഒരു ക്രൈം നടക്കുന്നു, ഒരു മർഡർ നടക്കുന്നു, ഒരു ഹോസ്പിറ്റലിൽ ഒരു മർഡർ നടക്കുന്നു. അപ്പം അങ്ങനെ 2 സീരിയൽ കില്ലിങ് നടക്കുന്നു. അങ്ങനെ ബർത്ത്ഡേ കില്ലർ എന്ന് പറയുന്ന പേരൊക്കെ കൊടുത്തിട്ട് ഒരു കില്ലർ വരുന്നു. അപ്പോൾ ആരാണ് ഈ ഒരു കില്ലർ, എന്താണ് ഈ ഒരു കില്ലറിൻ്റെ മോട്ടീവ് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഓസ്ലറിൻ്റെ ടീമും കൂടെ ശ്രമിക്കുന്നതാണ്. അങ്ങനെയാണ് ഈ ഒരു കഥയിലേക്ക് പോകുന്നത്. ഇതിനകത്ത് ഒരു ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ലിൽ വരെ ഒരു റോക്കറ്റ് വിട്ടവരാണ് കഥ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻ്റർവെല്ലായി ഒരു കില്ലറെ പിടിച്ചു, ഇനി ഒരാളെ കൂടെ ഉള്ളൂ, മെയിനായിട്ടുള്ള ഒരു കില്ലറെ കൂടെ പിടിക്കാൻ. അപ്പം സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്നു. സെക്കൻഡ് ഹാഫ് ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കില്ലറേയും പിടിക്കുന്നു. ഇനി ഫ്ലാഷ് ബാക്കാണ് കാണിക്കേണ്ടത്. ഫ്ലാഷ് ബാക്ക് കാണിച്ച് എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു മർഡർ അല്ലെങ്കിൽ ഈ ഒരു ക്രൈം നടത്തുന്നതെന്ന് കാണിക്കണം. അങ്ങനെ പാസ്റ്റ് കാണിച്ചു പോകുന്നു. അപ്പോഴും ചോദ്യം അതാണ്, ഇവർ ഉദ്ദേശിച്ച ക്രൈം ഫിനിഷ് ചെയ്തിട്ടില്ല, ഈ ഒരു ക്രൈം കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതെന്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് എടുക്കും. അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത്. അങ്ങനെ പോകുന്നു. ആ ഒരു ട്വിസ്റ്റ് നടക്കുന്നു. അതായത് അലക്സാണ്ടർ ആരാണെന്നുള്ളത് കാണിക്കുന്നു. ഇവർ എങ്ങനെയാണ് ഈ ഒരു ക്രൈമുകളിൽ ഓർഗനൈസ് ചെയ്യുന്നതെന്ന് കൃഷ്ണദാസിൻ്റെ, ഷൈജു കുറുപ്പിൻ്റെ ക്യാരക്ടർ, അതേപോലെ തന്നെ ജയറാമേട്ടൻ്റെ ക്യാരക്ടർ, മമ്മൂക്കയുടെ ക്യാരക്ടർ, പിന്നെ ജഗദീഷ് ചേട്ടൻ. അത് പറയണ്ട, ജഗദീഷ് ചേട്ടൻ ഈ അടുത്തിറങ്ങിയ എല്ലാ സിനിമകളിലും ഓരോ സിനിമകളിലും ബെറ്റർ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ഇതിനകത്തൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള റോളാണ് കാണിക്കുന്നത്. അത് അതിമനോഹരമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് കിടിലമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കഥ പോകുന്നു. അപ്പം ഈ ഒരു ക്ലൈമാക്സിൽ ഇത് കൊണ്ട് കൺക്ലൂഡ് ചെയ്യണമല്ലോ, ഈ ഒരു അവസാനത്തെ ക്രൈം നടത്തണം. അപ്പം ഇവർ ജയിലിലായി, ഇനി എങ്ങനെ ക്രൈം നടത്തും എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിന്നുകൊണ്ട് ഇവരത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നുള്ളത് അതൊരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുപം മേനോനും ജയറാമേട്ടനുള്ള ഒരു ഫോൺ കോളിലാണ് ഈ ഒരു സാധനം പറയുന്നത്. അത് ഒരു രക്ഷയില്ല. അത്രയ്ക്ക് കിടിലമായിട്ട് ഇങ്ങനെ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നൊരു സാധനമല്ലോ. ഒരു സിനിമയിൽ ഒരു സീൻ പ്ലേസ് ചെയ്യേണ്ട കറക്റ്റ് ടൈമിംഗ് ഉണ്ട്. ആ ഒരു ടൈമിങ്ങിൽ പ്ലേസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പാളിപ്പോകും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് പെർഫെക്റ്റ് ടൈമിങ്, ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു പെർഫോമൻസ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഭയങ്കര ഇതായിട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷൈജു കുറുപ്പിൻ്റെ ക്യാരക്ടറാണ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഷൈജു കുറുപ്പ് എന്ന് പറയുന്ന നടനെ ഒരു സിനിമയ്ക്ക് അത് കാണാൻ പറ്റുന്നത്. ഇതിനു മുമ്പ് കുറേ സിനിമകളിൽ അലമ്പെന്ന് പറഞ്ഞാൽ അലമ്പായിട്ട് തന്നെ അഭിനയിച്ച് കുറേ ആർക്കും വേണ്ടാത്ത സിനിമകളിൽ അഭിനയിച്ച ഒരു ഷൈജു കുറുപ്പ് ആരായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോയി. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പം അത് തിരിച്ചു വരുന്നുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു കിടിലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഒരു പെർഫെക്റ്റായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി സ്റ്റോറിയാണ് എബ്രഹാം ഓസ്ലറിൻ്റെ. ഇതിനൊരു സെക്കൻഡ് പാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ആണ് ഈ ഒരു സ്റ്റോറി നിർത്തിയിരിക്കുന്നത്. അതായത് ഈ ഓസ്ലറിൻ്റെ പാസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഒരു ട്രാജഡി, ആ ഒരു ട്രാജഡി, അർജുൻ അശോകൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, അർജുൻ അശോകൻ വിനീത് എന്ന് പറയുന്ന ക്യാരക്ടർ, അത് നമ്മൾ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു സിനിമയുടെ ട്രെയിലറുമായിട്ട് ഒരു ബന്ധമില്ലാതാണ് സ്റ്റോറി കിടക്കുന്നത്. നമ്മൾ ട്രെയിലറിൽ കാണിക്കുന്ന എല്ലാ സീനുകളും ഈ ഓസ്ലറിൻ്റെ പാസ്റ്റും പിന്നെ കുറച്ച് ബന്ധമില്ലാത്ത കുറേ സീനുകളുമാണ്. അപ്പം ആ ഒരു സാധനമേ അല്ല ആ സിനിമ കാണിക്കേണ്ടത്. അങ്ങനെ ഒരു ആളുകളെ കൺഫ്യൂസ് ചെയ്തിട്ടാണ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ അതൊരു നല്ല കാര്യമാണ്. കാരണം നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ പോയി കിട്ടുന്നൊരു എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. കാരണം യൂഷ്വലി ട്രെയിലറുകളിൽ നല്ല സീനുകളെല്ലാം നമുക്ക് അവിടെ കിട്ടുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ നല്ലതൊന്നും ഇല്ല എന്നൊരു ഫീൽ വരും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ആദ്യത്തെ ആ ഒരു അർജുൻ അശോകനെ കാണിക്കുന്ന സീനൊക്കെ ആദ്യത്താണ്, കഥ തുടങ്ങുന്നതിന് മുമ്പുള്ള സീനുകളാണ്. അങ്ങനെ അത് പോകുന്നു. അപ്പം അർജുൻ അശോകൻ്റെ ക്യാരക്ടർ കാണിക്കുന്നു, അതിനകത്തൊരു ട്രാൻസിഷൻ സീനൊക്കെ ഉണ്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ, അത് അർജുൻ അശോകൻ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഓസ്ലറിൻ്റെ പാസ്റ്റിലെ ഒരു ട്രാജഡി ഉണ്ടല്ലോ, ആ ഒരു ട്രാജഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു കേസ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു കേസ് അടുത്തൊരു സ്റ്റോറിയിലേക്ക്, അത് ക്ലൈമാക്സിൽ അലക്സാണ്ടറിൻ്റെ ക്യാരക്ടറുമായിട്ടുള്ളൊരു കോൺവെർസേഷനിലാണ് ഇത് ഓസ്ലറിന് ഇങ്ങനൊരു ഐഡിയ വരുന്നതും വിനീത് എന്ന് പറയുന്ന ആ ഒരു ക്രൈം നടത്തിയ, അതായത് ഈ ഒരു ഓസ്ലറിൻ്റെ ട്രാജഡിയുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് കിടക്കുന്നതാണ്. അപ്പം അങ്ങനെ അത് കണ്ടുപിടിക്കാനുള്ള ശ്രമവും, എന്താ നീ ഇത് കണ്ടുപിടിക്കുന്നത്, വലിയ ഇൻവെസ്റ്റിഗേറ്റർ ആണെന്നൊക്കെ പറയുന്ന ഒരു സീനൊക്കെ വരുമ്പോഴത്തേക്ക് അത് അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. അപ്പം ഒരു സെക്കൻഡ് സിനിമ ഇതിനുണ്ടായിരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു ഓസ്ലറിൻ്റെ കഥ ഒരു സിനിമയാകാനുള്ളതുണ്ട്. അപ്പം ആ ഒരു കേസ് അടുത്തൊരു സിനിമയാവാനുള്ളൊരു ചാൻസ്, പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ ഈ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് യൂഷ്വലി നമ്മൾ പാസ്റ്റ് കാണിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ലാഗ് ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു സിനിമയിൽ ആ ഒരു പാസ്റ്റ് കാണിക്കുമ്പോൾ കുറച്ച് കോമഡിയും ഒരു പ്രണയമൊക്കെ, അനശ്വരരാജൻ്റെ അലക്സാണ്ടർ ഒരു പ്രണയമൊക്കെ കാണിച്ചിട്ട് അത് അത്യാവശ്യം ലാഗില്ലാതെ തന്നെ നമ്മളെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോകുന്ന ഒരു ഫ്ലാഷ് ബാക്കാണ്. യൂഷ്വലി ക്രൈം ത്രില്ലറിൽ ഫ്ലാഷ് ബാക്ക് ഇല്ലാണ്ട് കഥ പറയാൻ പറ്റില്ല. കാരണം ഈ ക്രൈം നടത്തുന്ന ആൾക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രൈം നടത്തുന്നതെന്ന് അറിയണമെങ്കിൽ പാസ്റ്റിനെ പറ്റി പറയണം. അപ്പം പാസ്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. അതിപ്പം 550 എല്ലാത്തിനകത്ത് പാസ്റ്റ് ഉണ്ട്. ഈ ഒരു പാസ്റ്റ് ബോറടിപ്പിക്കാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 1889 സ്റ്റോറി, അതേപോലെ തന്നെ ആ ഒരു കാലത്തെ എല്ലാം മെഡിക്കൽ കോളേജ് സാധനങ്ങളൊക്കെ കാണിച്ച് മൊത്തത്തിലൊരു രസകരമായിട്ട് തന്നെ ഒരു പാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം ബോറിങ് ഇല്ലാണ്ട് നമുക്ക് എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്യാതെ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ഭയങ്കര ഒരു സ്വാഗ് സീൻ മമ്മൂക്കയുടെ ഇൻട്രോ ആയിരുന്നു. അത് നിങ്ങൾ തിയേറ്ററിൽ ആ ഒരു ക്രൗഡിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഫസ്റ്റ് ഷോ കണ്ട ആളുകൾ ആണ് ഏറ്റവും ലക്കി ആയിട്ടുള്ളത്. അതായത് റിവ്യൂ ഒന്നും കാണാതെ പോയി കാണുക. ആ ഒരു സാഗ് എപ്പം വരും, എങ്ങനെയായിരിക്കും, ഇപ്പം നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം ഇതിൻ്റെ ക്രൂ പറയുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു കൺഫർമേഷൻ ഇല്ലല്ലോ. പക്ഷേ ആ ഒരു അപ്പം കിട്ടുന്ന പെട്ടെന്ന് കിട്ടുന്ന ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇൻട്രോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അഡ്രിനാലിനാണ്. അത് സെക്കൻഡ് ഷോയ്ക്കൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഓൾറെഡി ഈ ഒരു ഈ ഒരു സാധനം സ്പ്രെഡ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ ട്വിസ്റ്റുകൾ, ഒന്നിൽ കൂടുതൽ ട്വിസ്റ്റുകളുള്ളൊരു സിനിമയാണ്. പക്ഷേ എല്ലാ ട്വിസ്റ്റുകളും വൃത്തിയായിട്ട് സ്റ്റോറിക്ക് ആപ്റ്റായിട്ട്, അല്ലെങ്കിൽ സ്റ്റോറിക്ക് ഇത് വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ട്വിസ്റ്റുകൾ പോകുന്നത്. അതേപോലെ തന്നെ ജയറാമേട്ടൻ്റെ ക്യാരക്ടർ, അത് തെലുങ്കിൽ മാത്രമല്ല, തെലുങ്കിൽ അച്ഛനോളല്ലാണ്ട് ജയറാമേട്ടൻ ഇങ്ങനെയുള്ള ക്യാരക്ടറുകളും ഇപ്പോഴും ചെയ്യാൻ പറ്റും എന്ന് തെളിയിക്കുന്ന ഒരു സിനിമ കൂടിയാണ് എബ്രഹാം ഓസ്ലർ. ഒരു മൊത്തത്തിൽ ലൈഫ് നഷ്ടപ്പെട്ട ഒരു പോലീസ് ഓഫീസർ, അതായത് മെമ്മറീസിൽ നമ്മുടെ പൃഥ്വിരാജ് റോൾ പോലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ട ഒരു പോലീസ് ഓഫീസർ ഒരു കേസ് തെളിയിക്കുന്നു. തൻ്റെ ലൈഫ് വീണ്ടും വേണം എന്നൊരു തോന്നൽ വരുന്ന ഒരു ക്യാരക്ടർ അടിപൊളിയായിട്ട് തന്നെ എബ്രഹാം ഓസ്ലർ എന്നുള്ള ക്യാരക്ടർ അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു ക്യാരക്ടർ കുറച്ചും കൂടെ നെഗറ്റീവായിട്ട് നിന്നൊരു ക്യാരക്ടർ കുറച്ചും കൂടെ ലൈഫിനെ നല്ല രീതിയിൽ നോക്കി കാണുന്ന രീതിയിലേക്കൊക്കെ പോകുന്നത് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ട് തന്നെയാണ്. മൊത്തത്തിൽ ഈ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ പൊങ്കലിനൊരു അടിപൊളി എക്സ്പീരിയൻസ്, ഒരു മിഥുൻ മാനുവൽ, ഒരു പക്കാ ഡയറക്ടർ മിഥുൻ മാനുവൽ സിനിമ കിട്ടി എന്നുള്ളൊരു ഫീലാണ് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് കണ്ടു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തത് എന്നുള്ളത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.